എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. 1-2 പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാരണമാണ് ഡിലേ ആയത്. എങ്കിലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞൊതുക്കാം. കഴിഞ്ഞ ദിവസം നല്ല മാർക്കറ്റ് പി സൈഡിലേക്കാണ് നല്ല രീതിയിൽ വന്നത്. അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഇൻഡെക്സിൻ്റെ ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ നമ്മൾ മാർക്കറ്റിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സോറി, ഇത് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ചാർട്ടാണ്. നമുക്ക് വേണ്ടത് ഇൻഡെക്സ്. അതാണ് ഞാൻ എന്തോ ഒരു വരയൊക്കെ ഞാൻ വരച്ചിട്ടതാണല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,669 ആ ഭാഗത്താണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. അത് വളരെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എന്തായാലും മാർക്കറ്റ് അഗെയിൻ കൺസോളിഡേഷനാണ്. RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ 24,667 ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ 24,648 താഴെ ക്ലോസ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നാൽ മാത്രമാണ് നമ്മൾ 24,584 ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. അവിടെ നിന്നും മാർക്കറ്റ് ഒരു ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ്. വരക്കുന്ന ലെവലുകൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിൻ്റെ ഏകദേശം ഒരു ബഫർ സോണും കൂടെ ഇട്ട് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഇതാണ് ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ. നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ അരിമേടിക്കാനുള്ള ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ ട്രേഡിംഗ് ഫീൽഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജോലി കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല ജോലിയാണെങ്കിൽ അതുകൊണ്ടൊക്കെ ജീവിച്ചു പോകുമായിരുന്നു എന്നുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ട്രേഡിങ് പരിചയപ്പെട്ട് ഇതിലേക്ക് വന്നതുകൊണ്ടാണല്ലോ ഇതിലെ വലിയ വലിയ സാധ്യതകൾ
നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷെ ആ വലിയ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നാളെ നമുക്ക് അംബാനി ആവാം എന്നുള്ള വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് പതുക്കെ പതുക്കെ അംബാനി ഒരു സുപ്രഭാതത്തിൽ അംബാനി ആയതല്ല. പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്നിട്ട് ആൾ ഇത്ര വലിയ ലെവലിലേക്ക് എത്താനായിട്ട് എത്ര വർഷങ്ങളെടുത്തു എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ അംബാനി എന്ന വലിയ ആളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്തായിരുന്നു എന്നുള്ളത് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ വലിയ വലിയ പ്രതീക്ഷകളായിട്ട് ട്രേഡിങ്ങിൽ വരാതിരിക്കുക. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സമയം നിങ്ങളിൽ ചിലവഴിക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് മുമ്പോട്ട് പോവുക. ആദ്യം വലിയ വലിയ പ്രോഫിറ്റുകൾ എടുക്കുന്ന ആളുകൾക്ക് കയ്യിലെ ഫണ്ടൊക്കെ തീർന്ന് ടെൻഷനായി പാനിക്കായി പിന്നെ ചെറിയ ചെറിയ എമൗണ്ടൊന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ ഉടക്കില്ല. അപ്പോൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് വലിയ വലിയ പ്രോഫിറ്റുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു ലോട്ടിലൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടുന്ന ലെവലിലേക്കാണ്. അത്യാവശ്യം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് താഴത്തോട്ട് പോകാതിരിക്കുന്ന ഒരു ലെവലിൽ 1-2 മാസം വരിക എന്നുണ്ടെങ്കിൽ മാത്രമാണ് ലോട്ട് പതുക്കെ പതുക്കെ കൂട്ടാവുള്ളത് എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഞാൻ മുന്നിൽ വെച്ചുകൊണ്ട് മാർക്കറ്റ് നമുക്ക് 24,716 മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ 24,765 അവിടെ നിന്ന് ഉള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ 24,857 പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതാണ് നിഫ്റ്റിയുടെ ഒരു വ്യൂ. അപ്പോൾ ഞാൻ എന്തായാലും നാളെ ഒരു അപ്പ് മൂവ്മെൻറ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എത്ര സമയത്തിന് ശേഷം എന്നുള്ളത് RSIയുടെ ക്രോസ് ഓവർ അത് 24,716 മുകളിലോട്ട് പോകുന്ന ടൈം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിൽ ഇൻഡെക്സ് ചാർട്ടിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഡിസംബറിൻ്റെയാണ് നമ്മൾ ഓൾറെഡി നോക്കുന്നത്. അതിൽ ഓൾറെഡി ഞാൻ ലെവൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവലൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം OA പ്രൊഫൈൽ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 24,825 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,930 ഭാഗത്തേക്കാണ് നമ്മളൊരു മൂവ് പ്രതീക്ഷിക്കുന്നുള്ളൂ. 2 ഏരിയാസ് ഉണ്ട്. 24,820 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടച്ചിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 24,851 അവിടെ നിന്നും മുകളിലേക്ക് പോയ അപ്പോൾ നാളെ നോക്കുമ്പോൾ പ്രീവിയസ് ഡേയുടെ തലേ ദിവസത്തെ ഹൈ നമുക്ക് 24,920 മാർക്ക് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്കാണ് നമ്മൾ മൂവ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങോട്ടായിരിക്കണം? 24,760 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 24,739 അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ 24,685 24,620 24,540 നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 50 മിനിറ്റ്സിൻ്റെ RSIയിൽ ക്രോസ് ഓവർ താഴെയാണ്. അത് തിരിച്ച് ക്രോസ് ഓവർ ആയിട്ടില്ല. ഇൻഡെക്സിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്, ഫ്യൂച്ചറിൽ ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പോൾ രണ്ടിന് ക്രോസ് ഓവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് 24,500 CE 24,600 CE 24,700 CE. അതേപോലെ PE 25,000 PE 24,800 PE 24,700 PE. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 53,788 ഹൈയും ബ്രേക്ക് ചെയ്താൽ 54,445 53,511 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഡൗൺ സൈഡിലേക്കുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ അത്ര കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം പറഞ്ഞ എന്താണോ വ്യൂ അത് തന്നെയാണ് നമ്മൾ വീണ്ടും ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലത്തെ 53,491 ഏരിയ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വലിയ ലെവലുകളൊന്നും വരച്ച് വെക്കേണ്ടതായിട്ടില്ല.
നമ്മൾ 3 ലെവലുകളെ വരച്ചു വെക്കുന്നുള്ളൂ. നിലവിൽ 53,491 ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് സപ്പോർട്ട് 53,275, 53,133, 52,671, 52,597 ആണ് ഡൗൺ സൈഡിലെ സപ്പോർട്ട് അല്ലെങ്കിൽ പിയുടെ ടാർഗറ്റായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നു. അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ലെവലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 53,729 ബ്രേക്ക് ചെയ്താൽ 53,863, 54,445 ഭാഗത്തേക്കായിരിക്കും നമ്മൾ മൂവ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമുക്ക് എന്തിൽ പറയാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് പറയാനായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ വ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്ക്വയർ സോണൊക്കെ വരച്ച് വെച്ചു. ആ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതേ വ്യൂ തന്നെ നമ്മളൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. നിൽക്കുന്ന കൺസോൾട്ടേഷൻ സോണ്, അതായത് 53,737 കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ മുകളിലേക്കുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്റൻ്റ് 53,850, സെക്കൻഡ് റെസിസ്റ്റൻ്റ് 53,873 അപ്രോക്സിമേറ്റ് ലെവലാണ്. അതേപോലെ കൺസോൾട്ടേഷൻ സോൺ താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ 53,625 ഫസ്റ്റ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട് 53,475, തേർഡ് സപ്പോർട്ട് 53,250 ലെവലാണ് ഏകദേശം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നമുക്ക് നാളത്തേക്ക് പറയാനായിട്ടുള്ളത്. സ്ട്രൈക്ക് 53,000 CE, 54,000 PE, ഇത് രണ്ടുമാണ് നമ്മൾ മെജോറിറ്റി നോക്കി വെക്കുന്നു. അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്ട്രൈക്ക് ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാം. ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്കും എൻട്രി എക്സിറ്റ് കണ്ടുപിടിക്കാം. അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കോളോ ടിപ്പോ അല്ല, വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. മെസ്സേജസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള പല വീഡിയോസിലും പല യൂട്യൂബേഴ്സും പറയുന്നത് DM നൗ എന്നാണ് പറയണത്, ഡയറക്റ്റ് മെസ്സേജ് നൗ എന്നാണ് പറയണത്. പക്ഷെ ഞാൻ പറയുന്നത് ഡയറക്റ്റ് കോൾ മീ എന്നാണ് പറയണത്. പരസ്പരം പരിചയപ്പെട്ട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കേട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് മനസ്സാദ്യം കൂളാക്കി എടുക്കുക. അതിനുശേഷം ക്ലോസ്ലി എന്നെ ഒന്ന് വാച്ച് ചെയ്യുക കുറച്ച് നാളത്തേക്ക്. അതിനുശേഷം കൺഫേം ആണെങ്കിൽ മാത്രം, പഠിച്ചാൽ രക്ഷപ്പെടാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.